ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു വലിയ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന്. അപ്പോൾ സിമ്പിളായിട്ടൊരു ഹെന്ന ഡിസൈനാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് ഇടുന്നത്. ഇപ്പം ഹെന്ന പഠിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിലിടുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുമായിരുന്നു, കാരണം ഒക്കെ കൊളായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെന്ന എല്ലാം പ്രാക്ടീസിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലിടുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് വേറൊരാൾക്ക് ഹെന്ന ഇട്ട് കൊടുക്കുമ്പോഴാണ്. സോ ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നതും എല്ലാം കൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, വീഡിയോ എല്ലാം എടുക്കുന്നതുകൊണ്ട് അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ ഉണ്ടാവും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പിന്നെ മോൻ ഉറങ്ങിയിട്ടില്ല, മോൻ എണീറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവന് എന്നെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും കൊളായാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം വലിയൊരു ബ്രേക്ക് എടുത്തു, റൂം ഷിഫ്റ്റിങ്, നാട്ടിൽ പോലെ വരലൊക്കെ ആയിട്ട് കുറേ ബിസിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എല്ലാം എടുത്തത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്പൈറൽ വരച്ചിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിൻ ലൈനും തിക്ക് ലൈനും വരച്ചിട്ട് മുകളിലും താഴെയും ഹംസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ വീണ്ടും ഒരു ലെയറും കൂടി ഹംസ് കൊടുക്കാൻ കേട്ടോ. അതെടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായിപ്പോയി. സോ ഞാൻ ഓണാക്കിയെന്ന് വിചാരിച്ചായിരുന്നു, ബട്ട് നോക്കിയപ്പോൾ ഓണായിരുന്നില്ല. ഓക്കെ, അങ്ങനെ അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ ലീവ്സ് വരച്ച് കൊടുക്കണം. ഇനി ഫ്ലവറിൻ്റെ അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലും ലീവ്സ് വരച്ച് കൊടുക്കുക. ഓക്കെ, ഏത് ടൈപ്പ് ലീവ്സ് വേണമെങ്കിലും നമുക്ക് വരച്ച് കൊടുക്കട്ടെ. ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ കുറേ അത്ര ഒരു പെർഫെക്ഷനൊന്നും ഇല്ലയെന്ന് എനിക്ക് വോയിസ് കൊടുക്കുന്ന സമയത്താണ് എനിക്കത് മനസ്സിലായത്. എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫ്ലവർ വേണമെങ്കിലും കൊടുക്കാം, ഏത് ടൈപ്പ് ലീവ്സ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്, ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ നമുക്ക് വൈൻസ് കൊടുക്കണം. സൈഡിൽ ഈ ലീവ്സ് വരച്ചതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ജസ്റ്റ് വൈൻസ് കൊടുക്കാം. ഈ ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ലീവ്സ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2 ലീവ്സാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ഒക്കെ കൊടുക്കട്ടെ. അതേപോലെ ഫ്ലവർ കുറച്ചും കൂടി സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതെല്ലാം വരയ്ക്കുക. രണ്ട് സൈഡിലും ഇതേപോലെ ലീവ്സ് കൊടുത്തിട്ട് സെൻട്രൽ ലൈൻ കൊടുത്ത് ഇങ്ങനെ ലൈൻ കൊടുത്തിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ ഇനി ഇതിൻ്റെ അപ്പുറം സൈഡിൽ വൈൻസ് കൊടുക്കുക. അതേപോലെ വൈൻസ് കൊടുത്തിട്ട് ഈ 3 പോർഷനിൽ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പല തരത്തിലുള്ള ഷെയ്ഡിങ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് ഷെയ്ഡിങ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് കൈൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതേപോലെ ഫ്ലോറൽ ബഞ്ച് കൊടുക്കണം. അതിനായിട്ട് ഇതേപോലെ സ്പൈറൽ ഈ ഒരു ഫ്ലവർ വരച്ചു കൊടുത്ത് ഇതിൻ്റെ ഔട്ട് പോർഷൻ ഒന്ന് ബോൾഡാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ എസ്തു വന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സോ ഞാൻ അവനൊന്ന് സൈഡാക്കാൻ വേണ്ടിയിട്ട് അവനക്കും ഇതേപോലെ 2-3 ഫ്ലവറെല്ലാം വരച്ച് കൊടുത്തിട്ട് അവനെ നൈസായിട്ടൊന്ന് സൈഡാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ ഇതേപോലെ ഒരു 2-3 ഫ്ലവറും അതുപോലെ ലീവ്സ് എല്ലാം വരുന്നതിനാണ് നമ്മൾ ഫ്ലോറൽ ബഞ്ചസ് എന്ന് പറയുക. ഇങ്ങനെ ഒരു ബഞ്ചസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതുപോലെ 3 ഫ്ലവേഴ്സ് വരക്കണം. 3 ഫ്ലവേഴ്സ് വരച്ചിട്ട് അതിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് ബോൾഡാക്കി കൊടുക്കുക. അതേപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 ഫ്ലവേഴ്സ് ഞാൻ വരക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇന്നർ പോർഷൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര നന്നായിട്ട് ഹെന്ന ഇടുന്ന ആളാണെങ്കിലും നമ്മൾ പ്രാക്ടീസിങ് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടച്ച് വിട്ട് പോകും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു ഡിസൈനിലാണെങ്കിലും ഒന്നും. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ 2 സൈഡിലും നമുക്ക് ലീവ്സ് കൊടുക്കണം. ഏത് ടൈപ്പ് ലീഫ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള അതേ ലീവ്സ് തന്നെയാണ് കേട്ടോ ഈ മേലെയും കൊടുക്കുന്നത്.
താഴെ കൊടുത്ത സെയിം ഇപ്പോൾ ഏത് ലീഫാണോ നിങ്ങൾ താഴെ കൊടുത്തത് അതേ ലീഫ് തന്നെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഫ്ലോറൽസും ലീവ്സും എല്ലാം ചേഞ്ച് ആക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഇതേപോലെ ഈ ഒരു ലീഫും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയും കൂടെ ലീവ്സ് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മളിത് ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി ലീഫ് ഇതേപോലത്തെ ലീഫിനെ വരച്ചിട്ട് ലൈൻസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരച്ചിട്ടുള്ള ലീവ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഔട്ടർ പോർഷൻ തിക്കാക്കി കൊടുക്കുക കേട്ടോ. തിക്കാക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈൻസും അതേപോലെ തിക്കാക്കി കൊടുക്കണം. പിന്നെ ഇതാ ഈ ലീഫിൻ്റെ അടിയിൽ ഇതേപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 3 എണ്ണം വരക്കണമെങ്കിൽ 3 എണ്ണം വരക്കാം, അല്ലെങ്കിൽ 5 എണ്ണം വരക്കണമെങ്കിൽ 5 എണ്ണം വരക്കാം കേട്ടോ. പിന്നെ 2 സൈഡിലും ഇതേപോലെ വൈൻസ് വരച്ച് കൊടുക്കുക. ഇനി ഈ ലൈനിൻ്റെ നേരെ തന്നെ വരുന്ന രീതിയിൽ ഇവിടേക്കും ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫില്ലിംഗ് എലമെൻറ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ ബോൾഡാക്കി കൊടുക്കുക. ഈ 2 ലൈനും ഇതേപോലെ ബോൾഡാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് എലമെൻറ്റ് കൊടുക്കണം. അതിൻ്റെ ബാക്കിയുള്ള ഹംസിൻ്റെ മുകളിലെല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ വൈൻസും ലീവ്സ് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഡ്രോപ്സ് വേണമെങ്കിൽ ഡ്രോപ്സ് കൊടുക്കാം, അല്ലെങ്കിൽ വൈൻസ് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിംഗ് എലമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും കൊടുക്കാം. ഇപ്പം സർക്കിൾസ് അല്ലേ, കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കൊടുത്തിട്ടുള്ളത് കൊടുക്കാം. അതുപോലെ ഇത് സ്റ്റാൻഡിങ് ലൈൻസ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് എലമെൻറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ സ്റ്റാൻഡിങ് ലൈൻസിൻ്റെ ആ ഒരു എലമെൻറ്റ് നമ്മൾ യൂസ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ഫ്ലോറൽ ആയതുകൊണ്ട് ഈ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ ഈ ഒരു ലൈൻസ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോൾഡാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇത് സ്റ്റെയിനെല്ലാം വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഫ്ലോറലിൻ്റെ ഔട്ടർ പോർഷൻ അതുപോലെ ഇങ്ങനെയുള്ള പോർഷൻസ് എല്ലാം നല്ല തിക്കാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫിംഗറിലോട്ട് പോവാം. ഫിംഗറിൽ ഞാനിങ്ങനെയൊക്കെ തോന്നിയ പോലെ കുറേ വൈൻസ് കൊടുത്തിട്ടും അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എലമെൻറ്റ് വെച്ചിട്ടൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ഫിംഗറിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതേപോലെ ലൈൻ വരച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്ത് പിന്നെ അടിയിൽ വൈൻസ് വെച്ചിട്ട് ലൈൻസിൽ വൈൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര ഹെവി ആയിട്ടുള്ളൊരു ലുക്കല്ല, എന്നാൽ നല്ലോണം സിമ്പിൾ എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലുള്ള ഡിസൈനാണിത്. ഇപ്പം ഫിംഗറിലെല്ലാം ഞാൻ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ഈ രീതിയിൽ വൈൻസ് കൊടുത്തിട്ടാണ്. പിന്നെ ഒരു ഫ്ലവർ വരച്ച് കൊടുത്ത് മുകളിലോട്ട് വൈൻസ് കൊടുത്തിട്ട് ഈ ഒരു ഫിംഗറിൽ ചെയ്ത് ഇനി ഈ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഒരു ഇടയിലിടയിൽ എസ്തുൻ്റെ കൈ വരുന്നുണ്ട്. അവൻ എന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ അവിടെ ആയിരുന്നു. സോ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.